Hi students, welcome to ChemShore. Today our topic is Schrodinger wave equation to hydrogen atom. That is, we are applying the Schrodinger wave equation to hydrogen atom. Hydrogen atomത്തിന്റെ കേസിൽ എടുക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. നിങ്ങൾക്കറിയാം 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ കേസിലാണ് എപ്പോഴും പഠിച്ചു തുടങ്ങുക. സോ മൾട്ടി ഇലക്ട്രോണിൻ്റെ സിസ്റ്റത്തിൻ്റെ കേസിലും Schrodinger wave equation അപ്ലൈ ചെയ്യാറുണ്ട്. സ്റ്റാർട്ടിങ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്തായിരിക്കും 1 ഇലക്ട്രോൺ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് എല്ലാം സ്റ്റഡി ചെയ്യുക. അപ്പോൾ അതേപോലെ Schrodinger wave equation ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇവിടെ 1 dimensional ബോക്സ് ഓൾറെഡി പഠിച്ചു, 3 dimensional ബോക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. സോ ഇതിലൊക്കെ എന്താണ് 1D ബോക്സ് എന്ന് പറയുമ്പം എക്സ് ഡയറക്ഷനിലാണ് വരുന്നത്. പോളാർ കോർഡിനേറ്റ്സ് അല്ല, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. എക്സ് ആക്സിസിൽ മാത്രമാണ് 1 dimensional ബോക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇനി 3 dimensional ബോക്സ് ആണെങ്കിലോ എക്സ് വൈ സെഡ്. അപ്പോൾ എക്സ് വൈ സെഡ് ഈ 3 ഡയറക്ഷനിലും ഉണ്ടാവും. അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലും. ഒരു 3 dimensional ബോക്സ് എന്ന് പറയുമ്പം ഈ 3 ആക്സിസും ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ. അപ്പം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ പ്രോപ്പർട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ഇത് 3ഉം കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യുന്നത്. ഇനി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് ആയാലും ഇവിടെ ആയാലും എക്സും വൈയും സെഡും വേണം അല്ലേ. ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പം അതിൻ്റെ ചുറ്റിലുള്ള പ്രോപ്പർട്ടി പഠിക്കണമെങ്കിൽ എക്സും വൈയും സെഡും കോർഡിനേറ്റ്സ് ഷുവർ ആയിട്ടും വേണ്ടി വരും. ബട്ട് ഹിയർ വി ആർ ഡൂയിങ് ദാറ്റ് വി ആർ കൺവേർട്ടിംഗ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ടു പോളാർ കോർഡിനേറ്റ്സ്. ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഇതിനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യാണ് ഫസ്റ്റ്. പിന്നെയാണ് ഈ Schrodinger wave equation കൊടുക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ Schrodinger wave equation ടു ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ചെയ്യുമ്പം ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? കൺവേർഷൻ ആണ്. ഈ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? നോട്ട് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. This Cartesian coordinates x, y, z is converted into spherical polar coordinates. Okay, spherical polar coordinates ആക്കി കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സോ ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിലെ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഇനി ഇത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? മൈനസ് ചാർജാണ്. ഇനി 3 ആക്സിസ് ചൂസ് ചെയ്യുക, എക്സ് വൈ സെഡ്. ഓക്കെ, 3 ആക്സിസ് എക്സ് വൈ സെഡ്. സോ വാട്ട് വി ആർ ഡൂയിങ് ഹിയർ ഇസ് കൺവേർട്ടിംഗ് ദിസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഇൻ ടു പോളാർ കോർഡിനേറ്റ്സ്. ഓൾറെഡി അറിയാം Schrodinger wave equation ഏതിലാണ് കിടക്കുന്നത്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ്. അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ ടേംസിലാണ് Schrodinger ഇക്വേഷൻ ഉള്ളത്. സോ ഇവിടെ കൺവേർട്ട് ചെയ്യാണ്. Schrodinger ഇക്വേഷനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള Schrodinger ഇക്വേഷനെ കൺവേർട്ട് ചെയ്തിട്ട് പോളാർ കോർഡിനേറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? Schrodinger ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ള Schrodinger ഇക്വേഷൻ ആണ് കിട്ടുക. സോ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കൺവേർട്ട് ചെയ്യാൻ പോകുമ്പം ഇവിടെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ദ ആംഗിൾ തീറ്റ. ദിസ് തീറ്റ ഈസ് കോൾഡ് സെനിത്ത് ആംഗിൾ. സെനിത്ത് ആംഗിൾ. Okay, that is the angle between this this z axis and this radial distance r. That is, this is the distance called r. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a radial distance of electron from the origin. Okay, that is from the nucleus. And theta is called zenith angle. That is between this radial distance and z axis. Is the inclination of the radial line to the z-axis. Now next, one more angle that is called azimuthal angle. So if
if we have this projection, this radial line have extended like this and like this. Okay, we have one more angle here that is denoted by the letter phi, and this is called azimuthal angle. That is azimuthal angle. AZIMUTHAL, azimuthal angle. This is called azimuthal angle. And what is the definition of this azimuthal angle? Is the angle made with the x-axis. Made with x-axis by the projection of radial line. ഈ റേഡിയൽ ലൈനിൻ്റെ പ്രൊജക്ഷൻ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. ഈ എക്സ് വൈ പ്ലെയിനിൽ ഇതിൻ്റെ പ്രൊജക്ഷൻ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ ഫൈ എന്ന് പറയുന്നത്. ഈ എക്സ് വൈ പ്ലെയിനാണ് ഈ കിടക്കുന്ന എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ഈ എക്സ് വൈ പ്ലെയിനിൽ ഈ റേഡിയൽ ലൈൻ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ്റെയും അതേപോലെ എക്സ് ആക്സിസിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് അസിമുത്തൽ ആംഗിൾ. ദാറ്റ് ഈസ് കോൾഡ് ഫൈ. സോ 3 ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് ആറ്, തീറ്റ, ഫൈ. 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ജെനിത്ത് ആംഗിൾ, അസിമുത്തൽ ആംഗിൾ, റേഡിയൽ ഡിസ്റ്റൻസ്. സോ ഈ ആറ്, തീറ്റ, ഫൈ എന്ന് പറഞ്ഞ ടേമിലാണ് പോളാർ കോർഡിനേറ്റ്സ് കിടക്കുന്നത്. പോളാർ കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, that is from this is called zenith angle, and this is z-axis, and this is radial distance. From this triangle we have cos theta equal to z by r, and z is equal to what? R cos theta. Z is equal to r cos theta. Okay, now next from this triangle, that is from this triangle we have, this is angle phi, and this side is r sin theta and r sin theta, and this is x, this is y. And from this we have cos phi equal to x by r sin theta. This x is equal to r sin theta cos phi. That is x equal to r sin theta cos phi. This x. And also from this final we want to get this y. We had already discussed or found out the z, that is z is equal to r cos theta, and you have to by heart this. Z is equal to r cos theta, and x is equal to r sin theta cos phi. Now next y. How to calculate y? Just from this triangle we have, this is theta, z-axis, and r sin theta, and this is phi, this is x-axis, and this is also same as y. This axis is y, and this is the two different triangle we had chosen from this figure. This is the different types of two triangle we had chosen here, and from this triangle, that is we had discussed earlier, this type of triangle, that is y, here x, and here r sin theta and phi, and we are applying sin phi, that is sin phi equal to y by r sin theta. That is sin phi means opposite side by hypotenuse. Opposite side is y and hypotenuse is r sin theta. Then y is equal to r sin theta sin phi. You have to by heart these three terms.
So you have to by heart this x, y, z. What is this x and x, y, z indicate? What is this x, y, z indicate? That is, x is equal to, we have r sin theta cos phi, and y equal to r sin theta sin phi, and z is equal to r cos theta. Okay, these are x, y, z, that is Cartesian coordinates, and we converted this Cartesian coordinate into spherical polar coordinates, that is, and we are now we are writing the Schrodinger equation in terms of this r sin theta cos phi, r sin theta sin phi, and r cos theta in terms of x, y, and z. So what we are doing here is converting that Schrodinger equation in terms of Cartesian coordinates into what? Into spherical polar coordinates. Okay, now next, and here is the, so before that, one more point, that is potential energy and potential energy of, so here we are discussing the hydrogen atom. Here we are discussing the properties of hydrogen atom. So for a hydrogen atom consisting of a nucleus of electric charge positive E and a single electron of charge minus E and mass me at a distance r from the nucleus, that is called radial distance. Since the electrostatic potential energy of the electron is given by what? Minus E square by 4 pi epsilon 0 r. Okay, this is the potential energy of hydrogen atom. That is potential energy of electron in the hydrogen atom. So hydrogen atom contains only one electron. It is a one electron system. So we can apply for this one electron system also, we can apply this potential energy, that is V is equal to minus E square by 4 pi epsilon 0 r. അതായത് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് കാണാറുണ്ട്, മൈനസ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r. എന്തൊക്കെ സ്പെറിക്കൽ പാർട്ടിക്കിൾ ഓൺ എ സ്പെറിക്കൽ റിങ് ഇതൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. മൈനസ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, ഇത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, സോ ഇവിടെ ഇനി Schrodinger ഇക്വേഷന് firstly what we are doing here is writing this potential energy. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എഴുതാണ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r. അപ്പം ഇവിടെ ആദ്യം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വി ആണ്, ഇ മൈനസ് വി. ഈ വിൻ്റെ സ്ഥലത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്ത്? ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇനി കോർഡിനേറ്റ്സ് പറയാം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ഓഫ് ദ ഇലക്ട്രോൺ ആർ റിലേറ്റഡ് ടു ആർ. ആറുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പം ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ഈ ആറും അതേപോലെ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഫൈൻ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ദറ്റ് ഈസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ മുന്നേ ഞാൻ പറഞ്ഞതാണ്, സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഡിഫിക്കൽട്ടാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ചെയ്യാൻ. സോ വി ആർ സോൾവിങ് ദിസ് hydrogen atom, properties of electron in an hydrogen atom by using or converting Cartesian coordinates into spherical polar coordinates. So that we are finding all this r theta phi. നിങ്ങളുടെ ഡെറിവേഷനിൽ ഇത്ര മാത്രം മതി. ജസ്റ്റ് ഇങ്ങനെ എക്സ് എന്താണ്, വൈ എന്താണ്, സെഡ് എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതായത് അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത് ബൈ ഹാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. So you have to by heart this x, y, z. Now next ഈ ടേമിലോട്ട് മാറ്റാണ്, കൺവേർട്ട് ചെയ്യാണ്.
കൺവേർട്ട് ചെയ്യുമ്പം the Schrodinger equation for the electron in terms of spherical polar coordinates then becomes like this. ഈ ഒരു രീതിയിലാണ് Schrodinger equation കിട്ടുക in terms of spherical polar coordinates. 1 by r square dou by dou r square dou psi by dou r plus 1 by sin theta dou by dou theta sin theta dou psi by dou theta 1 by sin square theta dou square psi by dou phi square. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇക്വേഷൻ കിട്ടുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സോൾവ് ചെയ്യാണ്. ഈ ഇക്വേഷനാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം അവസാനം നമുക്കൊരു സൈ കിട്ടും ഇൻ ടേംസ് ഓഫ് ആർ തീറ്റ ആൻഡ് ഫൈ. അപ്പോൾ ആർ തീറ്റ ഫൈ എന്ന് പറഞ്ഞ ടേംസിൽ സൈ കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഇലക്ട്രോണിൻ്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്ക് ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ കേസിൽ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതേപോലെ ക്വാണ്ടം നമ്പേഴ്സ് n=1 n=2, അത് ക്വാണ്ടം നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു ഡെറിവേഷനിൽ നിന്നാണ്. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ക്വാണ്ടം മെക്കാനിക്സ് ഇസ് കൺസിഡേർഡ്. ക്വാണ്ടം മെക്കാനിക്സ് കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കാം, ബൈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ പ്രൊസീജിയർ. സോ അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3-4 പേജ് വരെ അത്രയും പേജുള്ള ഡെറിവേഷനാണ് ഈ ഒരു ഇക്വേഷനിലോട്ട്. ഫൈനൽ ഇക്വേഷനാണിത്, ഫൈനൽ സൊല്യൂഷനാണ്. ഒരു സൊല്യൂഷനും കൂടിയുണ്ട് RNL എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സൊല്യൂഷനിലോട്ട് എത്തണമെങ്കിൽ 2-3 പേജ് നീണ്ടു നിൽക്കുന്ന ഡെറിവേഷനിൻ്റെ അവസാനമാണ് ഈ ഒരു സൊല്യൂഷനിൽ എത്തുന്നത്. സോ അത്രയും ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഡയറക്റ്റ് അങ്ങനെ എത്തില്ല. അത്രയും ഡെറിവേഷൻ കഴിഞ്ഞിട്ടാണ്, അത് PG സിലബസിലാണ് ആ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നീട് വിചാരിക്കരുത് ഇങ്ങനെ ഡയറക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഇതിൽ PGക്കും ഇതേപോലത്തെ ടോപ്പിക്സ് ഉണ്ട് ഒരു സെമ്മിൽ. അപ്പം അതിലാണ് ഈ ഒരു ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാന്നുള്ളത് ഡയറക്റ്റ് സൊല്യൂഷനിലോട്ടാണ് എൻട്രി ചെയ്യുന്നത്. സോ ഡയറക്റ്റ് സൊല്യൂഷനും സൊല്യൂഷനിലെ ടേംസിനുള്ള ഇമ്പോർട്ടൻസും അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസും അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഇങ്ങനെ ഒരു ഫ്ലോ കിട്ടില്ല. അതേപോലെ പഠിക്കുമ്പോഴും നിങ്ങൾ കുറച്ച് ബൈ ഹാർട്ട് സ്റ്റഡി ഇതിൻ്റെ കേസിൽ ആവശ്യമാണ്. ഒന്ന് മനസ്സിലാക്കണം, അത് വേറെ കാര്യം. മനസ്സിലാക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കും വേണം, പിന്നെ ബൈ ഹാർട്ടായിട്ട് പഠിക്കും വേണം കുറച്ച് കാര്യങ്ങൾ. So separation of the wave equation in spherical polar coordinates by the separation of variable procedure. സെപ്പറേഷൻ ഓഫ് വേരിയബിൾ പ്രൊസീജിയർ എന്താണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ വേവ് ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയത്. ബൈ ദി സെപ്പറേഷൻ ഓഫ് വേരിയബിൾ പ്രൊസീജിയർ ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് എ വെൽ ബിഹേവ്ഡ് ആയ സൊല്യൂഷൻ ഫോർ ദ വേവ് ഫംഗ്ഷൻ സൈ ആർ തീറ്റ ഫൈ. എന്തിനാണ് ഈ സൈൻ്റെ ബ്രാക്കറ്റിൽ ആർ തീറ്റ ഫൈ എന്ന് കൊടുത്തത്? സൈ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ആർ തീറ്റ ഫൈ ആണ്. സോ ഇക്വേഷൻ 2നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇക്വേഷൻ 2 എവിടെ? ഈ ഇക്വേഷൻ 2 ഇതിൻ്റെ സൊല്യൂഷനാണ് ആക്ച്വലി ദിസ് വൺ. ഓക്കെ, അതിൻ്റെ സൊല്യൂഷനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, ഈ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ആർ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻസ് ഓൺ ആർ അലോൺ. അതായത് ഇത് ഓരോന്നിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അത് രണ്ടും പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അത്, അതായത് ആർ ഈ തീറ്റനെയോ അതേപോലെ ഈ തീറ്റ ആറിനെയോ ഫൈ തീറ്റനെയോ അല്ലെ തീറ്റ ഫൈനെയോ ഇത് ഒന്നും പരസ്പരം ബന്ധമില്ല. there is no relationship between each terms in this product. ഇത് ജസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നു, പക്ഷേ ഓൺലി ദിസ് ആർ ഡിപ്പെൻസ് ഓൺലി ഓൺ ആർ.
അതായത് ആർ എന്ന് പറയുന്നത് ആറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ടേം ആണെങ്കിലോ തീറ്റനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമാണ്. അതേപോലെ ഈ ടേം ആണെങ്കിൽ ഫൈനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമാണ്. ഓക്കെ, that is the result is the three separate differential equation are obtained from the process, one for each coordinate. അത് ഓരോ കോർഡിനേറ്റിനും ഓരോന്ന് കിട്ടി കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യുന്നത് പറഞ്ഞു, ഇതിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് എത്തുകയാണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണിത്. എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത്? ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. അത് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുവഴി ഇലക്ട്രോൺ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, അങ്ങനെ ആറ്റത്തിൻ്റെ കേസിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി. സോ RR equation involves two quantum numbers, that is n and l. ഓക്കെ, എന്നും എല്ലും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഓരോന്നിനും പറയാണ് എന്നും എല്ലും. ഇനിയോ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എല്ലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് ഫൈ എന്ന് പറയുന്നത് എന്തിനാണ്? ക്വാണ്ടം നമ്പർ ക്വാണ്ടം നമ്പർ എമ്മിനെയാണ് ഈ ഫൈ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് സൊല്യൂഷനെ ഒന്നും കൂടി മാറ്റി എഴുതാം. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ RNL RR, അതായത് NL എന്ന് പറഞ്ഞാൽ ക്വാണ്ടം നമ്പേഴ്സാണ്. ഇവിടെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? എല്ലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ എമ്മിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ മെയിനായിട്ട് അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒൺലി എല്ലിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് രീതിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്വാണ്ടം നമ്പേഴ്സ് എൽ ആസ് വെൽ ആസ് അനദർ വൺ എം. സോറി, ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, RN LM. സോ എല്ലിനെയും എമ്മിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാറിപ്പോയതാണ് പറഞ്ഞത്. എല്ലിനെയും എമ്മിനെയും എന്നിനെയും എല്ലിനെയും എമ്മിനെയും. അപ്പോൾ ഇതിന് ഈ ഒരു രീതിയിലും കൂടി സൊല്യൂഷൻ എഴുതും. ഇനി എന്താണ് ഈ ഒരു സൊല്യൂഷൻ പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അസിമുത്തൽ ആംഗിൾ കണ്ടു, ജെനിത്ത് ആംഗിൾ കണ്ടു, പുതിയ പുതിയ ടേംസ് ആണ്. അതേപോലെയാണ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ n ആണ്. 1 2 3. അതായത് നമ്മൾ ഓരോ ഷെല്ലുകളില്ലേ, KL K ഷെൽ LM N. ഇവിടെ n is equal to 1 ആണ്, ഇവിടെ n is equal to 2 ആണ്, ഇവിടെ n is equal to 3 ആണ്, ഇവിടെ n is equal to 4 ആണ്. അപ്പോൾ അതാണ് ഈ n എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പറാണ്. ദറ്റ് ഈസ് n is equal to 1 2 3. 1 2 3 എന്ന് പറയുന്നത് ഓരോ ഷെല്ലുകളാണ്, KLM, അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ദറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഇനി L എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെൻറ്റം ഓർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. L ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ആംഗുലാർ മൊമെൻറ്റം. ഇത് നീറ്റ് എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. നീറ്റിനൊക്കെ ചോദിക്കലുണ്ട് ഈ L എന്താണെന്നുള്ളത്. അപ്പോൾ അത് ആംഗുലാർ മൊമെൻറ്റം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അറിയുണ്ടാവില്ല കുട്ടികൾക്ക്. ഈ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചവർക്ക് മാത്രമേ അത് അറിയുണ്ടാവുള്ളൂ. ആംഗുലാർ മൊമെൻറ്റമാണ് L എന്നുള്ളത്. അപ്പം അസിമുത്തൽ ക്വാണ്ടം നമ്പർ L is equal to 1 2 up to n-1. അതായത് ഇതിൻ്റെ ഇൻറ്റിജർ വാല്യൂ എത്ര വരെയുണ്ട്? 1 മുതൽ 2 3 അപ് ടു n-1 വരെ. അപ്പം n-1 3 ആണ് എന്നെങ്കിൽ 2 വരെ എല്ലിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ, n-1 വരെ. സോ എം എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്നുള്ളത് അത് പിന്നീട് പറയും. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ സൊല്യൂഷനാണ്, ഇതിൻ്റെ അകത്തു നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ടു ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പം അപ്പോൾ ഇത്രയും പറഞ്ഞു. ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇതിൻ്റെ സൊല്യൂഷൻ. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. മാഗ്നറ്റിക് എന്ന് പറയുമ്പം ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു മാഗ്നറ്റിസം. ഓക്കെ, അത് തന്നെയാണ്. ക്യാൻ ഹാവ് വാല്യൂസ് ഫ്രം -L to 0, അതായത് 0 മുതൽ -L മുതൽ 0 ഉൾപ്പെടുത്തിയിട്ട് +L വരെ ആയിരിക്കും അതിൻ്റെ വാല്യൂ.
-L2. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ -1 0 +1 ഇതായിരിക്കും എമ്മിൻ്റെ വാല്യൂ. ഇത് എല്ലിൻ്റെ വാല്യൂ ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ ഇങ്ങനെ ആയിരിക്കും. എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 മുതൽ +1 വരെ ഇൻക്ലൂഡിങ് 0. ഓക്കെ, ഇപ്പോൾ ഓരോന്നിൻ്റെ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ എലമെൻറ്റിൻ്റെ കേസിലും ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ, ക്വാണ്ടം നമ്പേഴ്സ് മാറും. ദീസ് quantum numbers define the acceptable wave function which are referred to as orbitals. ഈ ഓരോ ക്വാണ്ടം നമ്പേഴ്സും എന്താണ്? ഓരോ ആക്സെപ്റ്റബിൾ വേവ് ഫങ്ഷൻ ആണ്. അതിനെയാണ് പറയുക എന്ത്? ദാറ്റ് ഈസ് കോൾഡ് ഓർബിറ്റൽസ്. അപ്പം ഓർബിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മുന്നേ പഠിച്ചിട്ടുണ്ട്. ബോറിൽ ഓരോ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഉള്ളത്, ഓരോ എനർജി ലെവലാണെന്ന് പറഞ്ഞു. എന്താണ് ഈ ഓർബിറ്റൽ? എയിൽ വന്നാൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ്? ഓർബിറ്റൽ അതായത് ഒരു പ്രോബബിലിറ്റിയാണ്. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഓർബിറ്റ് എന്താണ്, ഓർബിറ്റൽ എന്താണെന്നുള്ളത് ഇനി വരുന്ന ടോപ്പിക്സിൽ പറയും. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഈ ഒരു നമ്പേഴ്സാണ് റെഫേർഡ് ടു ആസ് ഓർബിറ്റൽ. അപ്പോൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റിയാണ്. ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ചിലപ്പം ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്തത് എന്താണ്? ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണും എന്നാണ്. പക്ഷെ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു സ്പേസ് ആയിരിക്കും. ഈ ഒരു സ്പേസിലായിരിക്കും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത. അപ്പോൾ അതാണ് പ്രോബബിലിറ്റി. ഇതാണ് ഓർബിറ്റ്, ഇത് ഓർബിറ്റൽ എന്ന് പറയും ഈ സ്പേസിനെ. ഓക്കെ, സോ അത് പിന്നെ ഡിസ്കസ് ചെയ്യും. സോ ദീസ് ക്വാണ്ടം നമ്പേഴ്സ് ഡിഫൈൻ ദ ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണ്. ആക്സെപ്റ്റബിൾ ആയിരിക്കണം, അതൊരു കണ്ടീഷനാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ. വിച്ച് ആർ റെഫേർഡ് ടു ആസ് ഓർബിറ്റൽസ്. ഇതിനെയാണ് ഓർബിറ്റൽസ് എന്ന് പറയാം. ഇനി ഈ പ്രൊഡക്റ്റുകൾക്ക് പറയുന്ന പേരുകളാണ്. ഇതിൻ്റെ രണ്ടിനും പ്രൊഡക്റ്റിനെയാണ് പറയാം ആംഗുലാർ വേവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ആംഗുലാർ വേവ് ഫംഗ്ഷൻ. ഇറ്റ് ഡിസ്ക്രൈബ്, അതെന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഷേപ്പ് ഓഫ് എ സ്റ്റേഷനറി വേവ് ഇൻ 3 dimension. ഇത് ഷേപ്പ് പറയാണ്. ഓരോ ഓർബിറ്റലിനും ഓരോ ഷേപ്പുകളുണ്ട്. ഇപ്പോൾ പി സബ്ഷെല്, ഡിക്ക്, എസിൻ്റെ എന്താണ്? എസിന് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പം പീൻ്റെത് ഇതാണ്. ഇനി ഡിക്ക് എങ്ങനെ? ഡബിൾ ഡംബൽ ഷേപ്പാണ്. ടീൻ്റെ കേസിൽ ഡബിൾ ഡംബൽ ഷേപ്പാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ഡീൻ്റെ കേസിൽ. അപ്പോൾ ഷേപ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് പഠിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ 2 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഐഡിയ തരുന്നത്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഷേപ്പ് ഓഫ് സ്റ്റേഷനറി വേവ് ഇൻ 3 dimension. അതായത് ഷേപ്പ് ഓഫ് സ്റ്റേഷനറി വേവ് ഇൻ 3 dimension. ഓക്കെ, നൗ നെക്സ്റ്റ് RR ഇസ് നോൺ ആസ് റേഡിയൽ വേവ് ഫംഗ്ഷൻ ആണ്. അതെന്താണ് തരുന്നത്? സൈസും എനർജിയും തരും. സോ ടെക്സ്റ്റിൽ കുറച്ച് കൂടുതലായിട്ടുള്ള കണ്ടൻറ്റുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കേസിൽ കൂടുതൽ വായിക്കുക, കുറച്ച് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വായിക്കാൻ നിങ്ങൾ ഇഷ്ടം പോലെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് വായിക്കുക, അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പക്ഷെ പഠിക്കുന്നത് മിനിമം പഠിക്കുക. വായിക്കുക, നന്നായിട്ട് വായിക്കുക. പഠിക്കുക എന്നുള്ളത് ഏറ്റവും മിനിമം പഠിക്കുക. കാരണം അത്രയും മിനിമം പഠിച്ചാലേ അത് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഓരോ കാര്യങ്ങളും പോയിൻ്റായിട്ട് പഠിക്കുക. ഇനി അവസാനം എനർജി കണ്ടുപിടിക്കണം. അപ്പം സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ 1D 3 dimensional ബോക്സിൽ അല്ലെങ്കിൽ 1 dimensional 3 dimensional ബോക്സിലൊക്കെ ചെയ്ത പോലെ എന്നാൽ ലാസ്റ്റ് നമ്മൾ എനർജിയിലോട്ട് എത്തും. അപ്പം ഇതിൻ്റെ കേസിലും സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ടു ലീഡ് ടു എനർജി ലെവൽസ് വിച്ച് ആർ ഗിവൺ ബൈ ഒരു എനർജി ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം എന്താണ് എനർജി ഇക്വേഷൻ? -ME എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. ME ഇങ്ങനെയാണ്. പിന്നെ e⁴ by 8h²ε0² ഇൻറ്റു 1/n². n² ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണ്? ദ എനർജി ലെവൽസ് ആണ്. അതായത് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 2 ആണ്. ദാറ്റ് ഈസ് കോൾഡ് ദ എനർജി ലെവൽസ്.
that is energy expression for the hydrogen atom. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ ആണ്. ഫോർ ദ ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. അപ്പോൾ 1 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ടുള്ള വേറെയും കുറച്ച് സിസ്റ്റങ്ങളുണ്ട് അല്ലേ. ഹീലിയം പ്ലസ് ഉണ്ട്, അതേപോലെ ലിഥിയം 2+ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കേസിലും ഈ ഒരു ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഹീലിയം പ്ലസിനും 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അതേപോലെ ലിഥിയം 2+നും ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസിലും ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. So the solutions of equation 2 lead to energy levels which are given by E is equal to that equation. For the electron in the hydrogen atom, all orbitals having the same principal quantum number have the same energy, that is they are degenerate. എന്ന് പറഞ്ഞാൽ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണെന്ന് പറയും. അതായത് ഓർബിറ്റൽസ് സെയിം എനർജി. ഓരോന്നിൻ്റെ കേസിലും എന്തായിരിക്കും, വേവ് ഫങ്ഷൻ എന്തായിരിക്കും, വേവ് ഫങ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ വേവ് ഫങ്ഷൻ ഉണ്ടാവും. വേവ് ഫങ്ഷൻ ഇപ്പോൾ psi1 psi2 കുറേ വേവ് ഫങ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ എന്തായിരിക്കും, സെയിം എനർജി തന്നെ ആയിരിക്കും. P1 എന്ന് പറഞ്ഞ ഒരു എനർജി. അപ്പോൾ സെയിം എനർജി ആയിരിക്കും, ഡിഫറെൻറ്റ് വേവ് ഫങ്ഷൻ ഉണ്ടാവും ഓരോ എനർജി ലെവൽസിൻ്റെ കേസിലും. ഓക്കെ, 1 ഡയമെൻഷണൽ ബോക്സിൻ്റെ കേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗ്രാഫ്. അപ്പോൾ വേവ് ഫങ്ഷൻ പറഞ്ഞു, എനർജി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓരോ എനർജി ലെവലിൻ്റെ കേസിലും n=1 n=2 അപ്പോൾ ഓരോ വേവ് ഫങ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേവ് ഫങ്ഷൻ തന്നെ ചിലപ്പോൾ ഒരു എനർജി ലെവലിൽ ഉണ്ടാവും, പക്ഷെ അതിന് സെയിം എനർജി ആയിരിക്കും. അതിനാണ് ഡീജനറസി എന്ന് പറയും. ഡീജനറസി അറിയാലോ. അപ്പോൾ ഡീജനറസി ആണ് എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് ദേ ആർ ഡീജനറേറ്റ് എന്താണെന്നുള്ളത് അറിയുണ്ടാവും. സോ ഇതിലാണ് നിർത്തുന്നത്. അവസാനം എനർജി കണ്ടുപിടിക്കും, ദേ ആർ ഡീജനറേറ്റ് എന്ന് പറയും. ഓക്കെ, സോ ഇത്രയാണ് application of Schrodinger wave equation to hydrogen atom. So first of all കൺവേർട്ട് ചെയ്തു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ പോളാർ കോർഡിനേറ്റ്സ് ആക്കി മാറ്റി. പിന്നെ എന്താണ് ചെയ്തത്, ലാസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സൊല്യൂഷൻ അവിടെ എഴുതിയതാണ്. ഇത് എങ്ങനെ വന്നു എന്നുള്ളതൊന്നും ഈ ടെക്സ്റ്റിലില്ല, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പം അത്രയും ഡെറിവേഷൻ 3-4 പേജ് റിക്വയർമെൻറ്റ്സുള്ള ഡെറിവേഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൊല്യൂഷനിലോട്ട് എത്തുന്നത്. അല്ലാതെ പെട്ടെന്ന് എങ്ങനെ വന്നു എന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പം ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഇക്വേഷൻ ആണ് ആവശ്യമുള്ളത്. അപ്പം അതിലോട്ട് എത്തിയിട്ടാണ് പിന്നെ ബാക്കി ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സൊല്യൂഷനാണ് ഇൻ ടേംസ് ഓഫ് r, θ ആൻഡ് phi. psi എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയൊക്കെ എഴുതിയത് എന്തിൻ്റെ ടേംസിലാണ്, psi ഇൻ ടേംസ് ഓഫ് x, y, z, പിന്നെ t, ടൈം ഉണ്ടെങ്കിൽ ടൈമും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ എഴുതുന്നത്, psi ഇൻ ടേംസ് ഓഫ് r, θ, phi. കൺഫ്യൂഷൻ പാടില്ല എന്തുകൊണ്ട് r, θ, phi എഴുതി എന്നുള്ളത് ആണ് പറഞ്ഞത്. ഓക്കെ, if you have any doubts regarding this section you can ask. Okay, fine. Let's wind up this section. Thank you.